ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता शिविशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्द राधा कान्द नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी शबानो सुदे देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्। നമ്മളിന്ന് വായിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, അധ്യായം 8, 10ാമത്തെ ശ്ലോകല്ലേ അല്ലേ? അതെ പ്രഭുജി. പ്രയാണകാലേ മനസാചലേന ഭക്ത്യാ യുക്തോ യോഗബലേന ചൈവ ഭ്രുവോർമധ്യേ പ്രാണമാവേശ സംയക് സതം പരം പുരുഷം ഉപൈതി ദിവ്യം. പ്രയാണകാലേ മനസാചലേന ഭക്ത്യാ യുക്തോ യോഗബലേന ചൈവ ഭ്രുവോർമധ്യേ പ്രാണമാവേശ സംയക് സതം പരം പുരുഷം ഉപൈതി ദിവ്യം. സിമി മാതാജി. ഹരേ കൃഷ്ണ. പ്രയാണകാലേ മനസാചലേന ഭക്ത്യാ യുക്തോ യോഗബലേന ചൈവ ഭ്രുവോർമധ്യേ പ്രാണം ആവേശ്യ സംയക് സതം പരം പുരുഷം ഉപൈതി ദിവ്യം. ഓക്കെ, ബബിത മാതാജി ട്രാൻസ്ലേഷൻ വായിക്കും. Hare Krishna. One who at time of death fixes his life air between the eyebrows and by the strength of yoga with an undeviating mind engages himself in remembering the Supreme Lord in full devotion. Full devotion will certainly attain to the Supreme Personality of Godhead. Very good. One who at the time of death fixes his life hair between the eyebrows and by the strength of yoga with an undeviating mind engages himself in remembering the Supreme Lord in full devotion will certainly attain to the Supreme Personality of Godhead. അപ്പോൾ ധ്യാനയോഗ ഏത് ചാപ്റ്ററിലായിരുന്നു നമ്മൾ പഠിച്ചത്? 6th ആയിരുന്നില്ലേ പ്രഭുജി? അല്ലേ? അത് എക്സ്ക്ലൂസീവ്ലി ധ്യാനയോഗത്തിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. ഇവിടെ വീണ്ടും ഭഗവാനെ എങ്ങനെ നമുക്ക് ഒരു സിംഗിൾ പോയിന്റഡ് അറ്റൻഷനിൽ നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാന് അബ്സോർപ്ഷൻ കൊടുക്കാൻ പറ്റും. അത് വീണ്ടും ഇവിടെ പറയാണ്. വൺ ഹു അറ്റ് ദ ടൈം ഓഫ് ഡെത്ത്, നമ്മുടെ ദേഹം ഒഴിയുന്ന സമയത്ത് ഫിക്സസ് ഹിസ് ലൈഫ് ഹെയർ ബിറ്റ്വീൻ ദ ഐബ്രോസ് ആൻഡ് ബൈ ദ സ്ട്രെങ്ത് ഓഫ് യോഗ വിത്ത് ആൻ അൺഡിവിയേറ്റിംഗ് മൈൻഡ്. അപ്പോൾ ബൈ ദ സ്ട്രെങ്ത് ഓഫ് യോഗ, ഇവിടെ ഏത് യോഗമാണ്? അഷ്ടാംഗ യോഗത്തിനെ പറ്റിയാണ് പ്രധാനപ്പെട്ട് പറയുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ ലൈഫ് ഹെയർ രണ്ട് ഐബ്രോസിൻ്റെയും ഇടയിൽ കൊണ്ട് നിർത്തണം. സാധാരണക്കാർക്കൊന്നും പറ്റില്ല. പക്ഷെ നമ്മളങ്ങനെ, പിന്നെ അതല്ല, നമ്മുടെ ഫോക്കസ് ഓൺ ദ ടിപ്പ് ഓഫ് ദ നോസ് ആയിരിക്കണം.
തലവേദന വരും. കുറച്ച് കണ്ണിങ്ങനെ ആക്കിയാൽ മതി, കണ്ണ് തലവേദന വരും. അല്ലേ? കലികാലത്ത് നടക്കുന്ന കാര്യമില്ല. പക്ഷെ എങ്കിലും കൂടി ഭഗവാൻ അറിയാൻ നന്നായിട്ട് ഭഗവാൻ ഡിഫറെന്റ് പ്രോസസ്സ് പറഞ്ഞു കൊടുക്കാണ്. ഈ പ്രോസസ്സ് എല്ലാം വാലിഡ് ആണ്. പക്ഷെ ഓരോ യുഗത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രോസസ്സ് ഉണ്ട്. അർജുനൻ പറയുന്നത് ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും കൂടി ആ ഡിഫറെന്റ് പ്രോസസ്സ് അർജുനൻ നമുക്ക് പറഞ്ഞു തരാണ്. ബൈ ദ സ്ട്രെങ്ത് ഓഫ് യോഗ അൺഡിവിയേറ്റിംഗ് മൈൻഡ്, നമ്മുടെ മനസ്സ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. അതും അർജുനൻ പറയുന്നുണ്ട്. ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാതി ബലഭദ്രണം തസ്യാഹം നിഗ്രഹം മന്യേ വായു ഇവ സുദുഷ്കരം. ഓക്കെ, അത്രയും ചഞ്ചലമായിട്ടുള്ള മനസ്സിനെ എങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റും? പറ്റില്ല. അപ്പോ നമ്മുടെ മനസ്സ് ഡീവിയേറ്റ് ചെയ്യാനേ പാടില്ല. ടോട്ടലി ഫോക്കസ്ഡ് ആയിരിക്കണം. സിംഗിൾ പോയിന്റഡ് അറ്റൻഷൻ ആയിരിക്കും. പിന്നെ ഭഗവാനെ ഓർക്കണം. മനസ്സ് ഫോക്കസ് ആയിരിക്കണം. പിന്നെ ഹിംസെൽഫ് എൻഗേജസ് ഹിംസെൽഫ് ഇൻ റിമെമ്പറിംഗ് ദി സുപ്രീം ലോർഡ് ഇൻ ഫുൾ ഡിവോഷൻ. ഭക്തിയോട് കൂടിയിട്ട്, മെക്കാനിക്കലി ചെയ്താൽ പോരാ, ഭക്തിയോട് കൂടിയിട്ട് വേണം. വിൽ സെർട്ടൻലി എന്നാൽ മാത്രമേ നമുക്ക് ഭഗവത് പ്രാപ്തി സാധ്യമാകൂ എന്നാണ് പറയുന്നത്. So in this verse, it's clearly stated that at the time of death, the mind must be fixed in devotion, Supreme Personality of God. അപ്പോൾ ആ സമയത്ത്, മരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഭഗവാനിൽ കേന്ദ്രീകരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ദ ഹോൾ ലൈഫ് പ്രാക്ടീസ് ചെയ്യണം. അല്ലാണ്ട് ആ സമയത്ത് അത് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം വെച്ചാൽ നമ്മുടെ മനസ്സ് എന്തായിരിക്കും ആ സമയത്ത് നമ്മൾ ജീവിതകാലം ചെയ്തിരിക്കുന്ന അതിൻ്റെ ഒരു ആകെ തുകയായിരിക്കും നമ്മുടെ മനസ്സിൽ കൂടെ ഓടിപ്പോകുന്നത്, അല്ലേ? അതായിരിക്കുന്നു കംപ്ലീറ്റ് നമ്മുടെ മനസ്സിൽ. എസ്പെഷ്യലി മരിക്കാൻ പോകുന്ന ആ ഒരു വ്യക്തിക്ക് ഏകദേശം ഒരു ഐഡിയ, ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരിക്കും. ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഭഗവാൻ അവരൊരു ഒരു ഒരു ഇൻറ്റിമേഷൻ കൊടുക്കും. ആ സമയത്ത് എല്ലാ ഓർമ്മകളും, നമ്മൾ ആ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ ഓർമ്മകളും ഒരു ജസ്റ്റ് ഫ്ലാഷ് ബാക്ക് ആയിട്ട് നമ്മുടെ മനസ്സിൽ കൂടെ ഓടിപ്പോകും. അതുകൊണ്ടാണ് പല ആൾക്കാർക്കും എസ്പെഷ്യലി പാപകർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ സിറ്റുവേഷൻ വളരെ മോശമായിരിക്കും. ആ സമയത്ത് പേടി കൊണ്ട് കണ്ണിന്റെ കൃഷ്ണമണിയൊക്കെ തള്ളി, പിന്നെ ചോര അവിടുന്ന് വന്ന് മലമൂത്രം വിസർജനം ചെയ്യും. അതെല്ലാം എന്താണ്? പേടിയാണ്. ആ കാരണം അതായത് യമദൂതന്മാരെ കണ്ടുള്ള പേടിയാണ് ആ സമയത്ത് അതൊക്കെ ചെയ്യുമെന്ന് പറയുന്നത്. പക്ഷെ ഒരു യോഗി, ഒരു ഭക്തനും അല്ലെങ്കിൽ ഒരു അഷ്ടാംഗയോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത്? ജീവിതകാലം മുഴുവന് ഭക്തി അല്ലെങ്കിൽ യോഗ പ്രാക്ടീസിൽ കൂടെ ഭഗവാനെ ഉപാസിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൻ്റെ ആ ഫോക്കസ് ഭഗവാനെ കേന്ദ്രീകരിച്ചായിരിക്കും. വിത്ത് ഡിവോഷൻ. ഫോർ ദോസ് പ്രാക്ടീസ്ഡ് ഇൻ യോഗ ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ദാറ്റ് ദേ റേസ് ദ ലൈഫ് ഫോഴ്സ് ബിറ്റ്വീൻ ദ ഐബ്രോസ് ടു ദ ആജ്ഞചക്ര. ഓക്കെ, പല ചക്ര ഒക്കെ നമുക്കതെല്ലാം യോഗ അഭ്യാസം ചെയ്യുന്ന ആൾക്കാരൊക്കെ അറിയാം, പല ചക്രങ്ങളുണ്ട്. അപ്പോൾ അവിടേക്ക് അതിനെ റേസ് ചെയ്യും. ദ പ്രാക്ടീസ് ഓഫ് സച്ച് ചക്ര യോഗ ഇൻവോൾവിംഗ് മെഡിറ്റേഷൻ ഓൺ ദ 6 chakras is suggested here. Pure devotee does not practice such yoga, but because he's always engaged in Krishna consciousness, at death he can remember Supreme Personality of Godhead by his grace. This is explained in verse 14. അവർ ഭക്തന് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർ ഓൾറെഡി യോഗ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് വളരെ സരളമായിട്ടുള്ള ആ പ്രോസസ്സ് കൂടെ ഭഗവാനെ പ്രാപിക്കാൻ പറ്റും. ഇവർക്ക് മെക്കാനിക്കൽ പ്രോസസ്സാണ്. അതായത് നമ്മളുടെ കഴിവ് കൊണ്ട് നമ്മൾ യമനിയമ, ആസനം, പ്രാണായാമ, പിന്നെ പ്രത്യാഹാര, ധ്യാന, ധാരണ, പിന്നെ സമാധി, അങ്ങനെ ആ പ്രോസസ്സ് കൂടെ അവർക്ക് അതൊക്കെ മെക്കാനിക്കൽ പ്രോസസ്സ് പറഞ്ഞാൽ അവരുടെ സ്വന്തം പ്രയത്നം കൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നത്. മറ്റു ഭക്തനെ സംബന്ധിച്ചോളം ഭക്തനോട് വിട്ടുകൊടുത്താൽ മതി. യു ടേക്ക് മൈ ചാർജ്. ഭക്തനാണ് ഭഗവാനോട് പറയുന്നു ടേക്ക് മൈ സ്റ്റിയറിംഗ്. അർജുനൻ എങ്ങനെ ആ തൻ്റെ രഥത്തിന്റെ ചക്രം വിട്ടുകൊടുത്തോ, സ്റ്റിയറിംഗ് വിട്ടുകൊടുത്തേ പോലെ നമ്മളും ഭഗവാന് വിട്ടുകൊടുക്കുക. അതാണ് നമ്മളും ചെയ്യുന്നത്. ഭക്തി യോഗി അങ്ങനെയാണ്. ഭഗവാന് കംപ്ലീറ്റ് ചാർജ് കൊടുക്കുകയാണ്. എൻ്റെ ഈ ചെറിയ ഇന്റലിജൻസ് യൂസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഭഗവാൻ എന്നെ ഇൻസ്പയർ ചെയ്തോളും, എന്നെ ഇൻസ്ട്രക്ട് ചെയ്തോളും, എന്നെ നാവിഗേറ്റ് ചെയ്തോളും. നമുക്കറിയാം ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ജീവിക്കുക, അത്രേ വേണ്ടു. അല്ലാണ്ട് ഇത്രയും ബുദ്ധിമുട്ടിയിട്ടുള്ള ഈ യോഗ പ്രാക്ടീസ് ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അത് എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് കലിയുഗത്തിൽ അത് റെലവൻ്റ് അല്ല, ചെയ്യാനും പറ്റില്ല.
ഇപ്പൊ ആരെങ്കിലും ശ്രമിച്ചാലും ശരി അട്ടർ ഫെയിലിയർ ആയിരിക്കും. മേ ബി സം എക്സെപ്ഷൻ ഹിയർ ആൻഡ് ദർ. അവർ ഈ ഭൗതിക ലോകത്തായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിരിക്കില്ല അവർക്ക്. അങ്ങനത്തെ ആൾക്കാർക്ക് പറ്റുള്ളൂ. ടോട്ടലി സെക്ലൂഡഡ് ആയിട്ടുള്ള ഹിമാലയത്തിലും അല്ല ഗുഹയിലും പോയി ജീവിക്കുന്ന ആൾക്കാർക്ക് മേ ബി ഔട്ട് ഓഫ് തൗസൻഡ്സ് വൺ മേ ബി ഏബിൾ ടു ഡു ദാറ്റ്. മനുഷ്യാനാം സഹസ്രേഷു പറഞ്ഞ പോലെ. അല്ലാണ്ട് ഭൗതിക ലോകത്തിലെ ഈ സിറ്റി ലൈഫിലോ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാൾക്കും ഈ യോഗ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് കലിയുഗത്തിൽ. അങ്ങനെ വല്ലവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ടോട്ടലി ഐസൊലേറ്റഡ് ഒരു സെക്യൂർഡ് പ്ലേസ് ആയിരിക്കും. അവർക്ക് ഈ പബ്ലിക്കായിട്ട് പൊതുജനമായിട്ട് യാതൊരു സമ്പർക്കം ഉണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാരായിരിക്കും. ഓ a pure devotee does not practice such yoga, but because he is always engaged in Krishna consciousness, at death he can remember the Supreme Personality of God by his grace. എപ്പോഴും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൃഷ്ണാവബോധത്തിൽ ചെയ്യുന്നതുകൊണ്ട് ഭഗവാന്റെ ആ നാമം അല്ലെങ്കിൽ ഭഗവാനെ സ്മരിക്കാൻ നമ്മൾ ദേഹം വെടിയുന്ന സമയത്ത് സാധിക്കുമെന്നാണ്. ദിസ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ വേഴ്സ് 14. The particular use of the word yoga balena is significant in this verse because without practice of yoga, whether Sat Chakra yoga or Bhakti yoga, യോഗ എന്ന് പറഞ്ഞാൽ നമ്മളും ഭഗവാനും തമ്മിലുള്ള ആ ഒരു യൂണിയൻ, അതിനാണ് യോഗ പറയുന്നത്. അപ്പൊ അത് ഏതെങ്കിലും യോഗ, അത് അഷ്ടാംഗ യോഗ ആയിരിക്കാം, ഭക്തി യോഗ ആയിരിക്കാം, ജ്ഞാനയോഗ ആയിരിക്കാം, കർമ്മയോഗ ആയിരിക്കാം. യോഗ മീൻസ് ടു ലിങ്ക് വിത്ത് ദ സുപ്രീം. ഇപ്പൊ നമ്മള് ഡീലിങ്ക്ഡ് ആണ്, ലിങ്ക് അഗെയിൻ. അതിനുള്ള ഒരു പ്രാക്ടീസാണ് യോഗ. So one cannot suddenly remember Supreme Lord at death. One must have practiced some yoga system, especially the system of Bhakti Yoga. അപ്പൊ ഏറ്റവും അതില് ഉത്തമമായിട്ടുള്ള യോഗ ഭക്തി യോഗ. Since one's mind at death is very disturbed, one should practice transcendence through yoga during one's life. അപ്പൊ നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ, അത് ഭക്തി യോഗ ആയിരിക്കും, ജ്ഞാനയോഗ ആയിരിക്കും, അല്ലെങ്കിൽ അഷ്ടാംഗ യോഗ ആയിരിക്കും, അത് പ്രാക്ടീസ് ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എപ്പോഴും എന്തായിരിക്കും? ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, എസ്പെഷ്യലി at the time of leaving the body, quitting the body. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ നമ്മൾ ത്രൂ ഔട്ട് ദ ലൈഫ്, ഹോൾ ലൈഫ് നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യണം, പ്രിഫറബിളി ഭക്തി യോഗ. സോ ഭക്തി യോഗ ഈസ് എ കൾമിനേഷൻ ഓഫ് ഓൾ അതർ യോഗ. എല്ലാ യോഗ പ്രാക്ടീസിന്റെയും ഒരു കൾമിനേഷനാണ് ഭക്തി യോഗ. ഭക്തി യോഗത്തിൽ എല്ലാം ഉണ്ട്. നമ്മൾ കർമ്മം ചെയ്യുന്നുണ്ട്, ജ്ഞാനമുണ്ട്, ഭക്തിയുണ്ട്, ഒക്കെ ഉണ്ട്, ധ്യാനമുണ്ട്, ഒക്കെ ഉണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഭക്തി യോഗ ഇസ് എ ടോപ്പ് മോസ്റ്റ് യോഗ. അതാണ് റെക്കമെൻഡഡ്. മറ്റത് ഡിഫറെന്റ് യുഗാസിൽ പറഞ്ഞതാണ്. ഈ യുഗത്തിൽ നമ്മളുടെ എന്താണ് പ്രധാനപ്പെട്ട കുറവുകൾ ഭാഗവതർ പറയുന്നുണ്ട്. പ്രായേന അല്പായുഷ സഭ്യ കലൗ അസ്മിൻ യുഗേ ജനഃ മന്ദാഹ സുമന്ദമതയോ മന്ദഭാഗ്യായി ഉപദ്രത. നമ്മുടെ ആയുസ് വളരെ കുറവാണ്, അല്പായുസാണ്. ഓക്കെ, 1 lakh years, 10,000 years, 1,000 years, now 100 years. പ്രായന അല്പായുസ്. കലവ് കലിയുഗത്തില് മന്ദാഹ സുമന്ദം, ലേസിയാണ്. ഓക്കെ, 5 മണിക്ക് എത്താൻ പറഞ്ഞാൽ 6 മണിക്ക് എത്തിയാൽ ഭാഗ്യം. ഇസ്കോൺ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ടൈം, നമ്മുടെ ഇസ്കോൺ ടൈം. ഒരിക്കലും നമ്മുടെ സമയത്തിന് ഒരു കാര്യം ചെയ്യില്ല. ഇസ്കോൺ ടൈമിൽ എത്തും അല്ലേ? ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ എത്തും. നമ്മുടെ ഗുരു മഹാരാജ് പ്രാവശ്യം സ്വിറ്റ്സർലൻഡിൽ എവിടെ പോയിത്രേ. സ്വിറ്റ്സർലൻഡ് പറഞ്ഞാൽ ടൈമിന്റെ പക്കയാണ് അവരൊക്കെ. സമയം പറഞ്ഞാൽ വളരെ കൃത്യം. അവിടുത്തെ ഞാൻ പോയിട്ടുണ്ട്. അവരുടെ ട്രെയിനൊക്കെ പറഞ്ഞാൽ 12.01 പറഞ്ഞാൽ 12.01 അവിടെ എത്തിയിരിക്കും. നമ്മുടെ പോലെയല്ലേ. ഇപ്പൊ അവിടെ കുറച്ച് സിസ്റ്റം ഒക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പക്ഷെ അവരുടെ വളരെ ടൈം വളരെ ഇതാണ്, പെർട്ടിക്കുലർ ആണ്. അപ്പൊ ഗുരു മഹാരാജ് എന്തോ ടൈം കൊടുത്തിരുന്നു, 10 മണിയോ രാവിലെ എന്തോ അങ്ങനെ. അപ്പൊ എത്തിയത് 12 മണിയാണ്. എല്ലാവർക്കും ആകെ ദേഷ്യം വന്നു. അപ്പൊ പറഞ്ഞു എന്താ ഗുരു മഹാരാജിന്റെ സഹന്മാരോടൊക്കെ, അതായത് നമ്മുടെ സമയം ഇറ്റ് മീൻസ് വി ആർ വെരി പെർട്ടിക്കുലർ അബൌട്ട് ടൈം. അപ്പൊ പറഞ്ഞു ബട്ട് ഐ ആം എൻ ഇന്ത്യൻ, ഫോളോ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഇന്ത്യൻ നെവർ കീപ്സ് അപ്പ് ദ ടൈം. അതേപോലെയാണ് നമ്മളുടെ. അപ്പൊ നമ്മൾ വളരെ മടിയന്മാരാണ്. സുമന്ദം അതയോ. പിന്നെ നമ്മൾ സുമന്ദം പറഞ്ഞാൽ നമുക്ക് ലക്കും ഇല്ല, ഇന്റലിജൻസും ഇല്ല, ലക്കും ഇല്ല, മന്ദഭാഗ്യം. ഓക്കെ, നമുക്ക് ഈവൻ ലക്കും ഇല്ല, ഉപദ്രവത, ആൾവേസ് ഡിസ്റ്റർബ്. അപ്പൊ ഇതെല്ലാം ഈ കലികാലത്തിന്റെ
സ്പെഷ്യൽ ക്വാളിറ്റീസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, പ്രായണ അല്പായുഷ, മന്ദ, സുമന്ത, പിന്നെ ആൾവേസ് ഡിസ്റ്റർബ്ഡ്, അൺലക്കി, ഇതെല്ലാം നമ്മളുടെ നെഗറ്റീവ് ക്വാളിഫിക്കേഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഭക്തി യോഗയെ പറ്റില്ല, മറ്റ് യോഗയൊന്നും ചെയ്യാൻ പറ്റില്ല. അതും തന്നെ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ സരളമായിട്ട് പറഞ്ഞു തന്നിട്ടും, സരളമായിട്ടുള്ള ഒരു പ്രോസസ്സ് നമുക്ക് പറഞ്ഞു തന്നിട്ടും റെക്കമെൻഡ് ചെയ്തിട്ടും അത് നമുക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ ഒരു റൂട്ടീൻ, ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ഒരു വഴിപാട് എന്ന പോലെ നമ്മൾ ചെയ്യുന്നുള്ളൂ. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ, അതിന് വലിയ കാര്യം അല്ലേ? അപ്പൊ അതാണ് കലികാലത്തിന്റെ ആ പ്രഭാവം. ടെക്സ്റ്റ് 11. യദക്ഷരം വേദവിദോ വദന്തി വിശന്തി യദ്യതയോ വീതരാഗഃ യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ പ്രവിക്ഷ്യേ. യദക്ഷരം വേദവിദോ വദന്തി വിശന്തി യദ്യതയോ വീതരാഗഃ യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ പ്രവിക്ഷ്യേ. Rupeshri Mataji and Archana Mataji. Hare Krishna Prabhuji. Edaksharam veda vido vadanti vishandi yat yadado vidaraga edichando brahmacharyam charanti tatte padam sangrahena pravakshe. Hari Bol. അർച്ചന പ്രഭു ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചിട്ട് പോകും. അല്ല, ഒന്ന് ഇതിൽ വായിച്ചോട്ടെ എന്ന് പറയാം. അടുത്ത എന്ത്? വായിച്ചു. ശരി ശരി. സുജയ് പ്രഭുണ്ട്, ഞാൻ കണ്ടില്ല. ഓക്കെ. Persons who are learned in the Vedas, who utter Omkara, and who are great sages in the renounced order, enter into Brahman. Desiring such protection, one practices celibacy. I shall now briefly explain to you this process by which one may attain salvation. Hare Krishna Prabhu. Very good. Persons who are learned in the Vedas, who utter Omkara, and who are great sages in the renounced order, enter into Brahman. Desiring such perfection, one practices celibacy. I shall now briefly explain to you this process by which one may attain salvation. അപ്പോൾ learned in Vedas പറഞ്ഞാൽ പൊതുവെ ജ്ഞാനമാർഗം സ്വീകരിച്ച ആൾക്കാരാണ് പറയുന്നത്. Persons who are learned in Vedas, ജ്ഞാനീസിനെ പറ്റി പറഞ്ഞു. അവരെങ്ങനെയാണ് ഈശ്വര സാക്ഷാത്കാരം അല്ലെങ്കിൽ മുക്തി അവർക്ക് ലഭിക്കുന്നതെന്ന് ചോദിക്കുന്നു. അവർ ഓംകാരം, ഓക്കെ, ദേ അട്ടർ ഓംകാര. അവരെല്ലാം മുനിവര്യന്മാരാണ്, ഋഷിവര്യന്മാരാണ്. റിനൗൺസ് ഓർഡർ ഇൻടു, അവരെവിടേക്ക് എത്തുന്ന ഇൻടു ബ്രഹ്മൻ. ഓക്കെ, ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനേതി സദ്ഗതിലെ ബ്രഹ്മൻ, ബ്രഹ്മജ്യോതി, ഭഗവാന്റെ ബ്രഹ്മനിൽ ലയിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തോടുകൂടി ചെയ്യുന്നു. ഡിസൈറിങ് സച്ച് പെർഫെക്ഷൻ, അതാണ് അവരുടെ ലക്ഷ്യം. അവരുടെ ഗോൾ അതാണ്, ബ്രഹ്മനിൽ ലയിക്കുക, ബ്രഹ്മജ്യോതിയിൽ എത്തുക. കാരണം എന്താ, ജ്ഞാനികള് ബ്രഹ്മൻ എന്നുള്ള ആ ആസ്പെക്റ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഭഗവാൻ എന്നുള്ള ആസ്പെക്റ്റ് അവർക്ക് ഒരു മാർഗം, ഒരു വഴി, ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ, ഒരു മീൻസ് മാത്രമേ ഉള്ളൂ. ഭഗവാൻ എന്നുള്ള ഒരു അൾട്ടിമേറ്റ് ആസ്പെക്റ്റിൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അത് ഓൺലി എ മീൻസ് ടു അറ്റൈൻ ദ ബ്രഹ്മജ്യോതി. ബ്രഹ്മജ്യോതിയാണ് അവർക്ക് അൾട്ടിമേറ്റ്, ദാറ്റ് ഈസ് ദ ടോപ്പ് മോസ്റ്റ്. അപ്പൊ അങ്ങനെ ജ്ഞാനികള് ആ പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന അജ്ഞാനികളെ എന്ത് പ്രാക്ടീസ് ചെയ്യും? സെലിബസി, ബ്രഹ്മചര്യം. ഐ ഷാൽ നൗ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ടു യു ദിസ് പ്രോസസ് ബൈ വിച്ച് വൺ മേ അറ്റൈൻ സർവേഷൻ. അപ്പൊ ഈ പ്രോസസ്സിനെ പറ്റി ഞാൻ ഇനി പറഞ്ഞു തരാം എന്നാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്. Lord Sri Krishna is recommended to Arjuna the practice of Shat Chakra Yoga, in which one places the air of life between the eyebrows. Taking it for granted that Arjuna might not know how to practice Shat Chakra Yoga, the Lord explains the process in the following verses. അപ്പോൾ അർജുനന് ഈ ഷഡ് ചക്ര യോഗത്തെ പറ്റി അറിയില്ല എന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് അതിനെപ്പറ്റി വിവരിച്ചു കൊടുക്കാൻ പോവുകയാണ്. The Lord says that Brahman, although one without a second, has various manifestation and features. Okay. Brahman എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? Brahman is Parabrahman.
the absolute truth, supreme absolute truth, Bhagavan. Okay, ഇവിടെ ബ്രഹ്മജ്യോതി അല്ല. Although one without a second has various manifestation and features. Okay, but especially for the impersonalists, the Akshara or Omkara, the syllable Om, is identical with Brahman. Krishna here explains the impersonal Brahman into which the renounced order of sages enter. About as far as impersonalists are concerned, Mayavadis are concerned, Brahman means it is the Shakti, the effulgence. But Brahman in the it's a common name for Parabrahman, Brahmajyoti, Paramatma Allah. But devotees സംബന്ധിച്ചോളം Brahman പറഞ്ഞാൽ ഭഗവാൻ. പക്ഷേ ഇവിടെ impersonalists, Mayavadis Brahman പറഞ്ഞാൽ അത് Brahman aspect പറഞ്ഞാൽ the effulgence. അതാണ് ഇവിടെ പറഞ്ഞത്, especially for the impersonalists, the Akshara or Omkara, the syllable Om, is identical with Brahman. രണ്ടും identical ആണ്. ഓംകാര അല്ലെങ്കിൽ ഓം, ബ്രഹ്മജ്യോതി, ഇതെല്ലാം identical ആണ്. Krishna here explains the impersonal Brahman into which the renounced order of sages enter. അപ്പൊ അവരുടെ destination എന്ന് പറഞ്ഞാൽ impersonalistic destination, അവരെ ഈ ബ്രഹ്മജ്യോതിയിൽ എൻ്റർ ചെയ്യും. That is their ambition, that is their goal also. Ultimately, they are doing the devotional service just to enter into the impersonal Brahmajyoti. But a devotee സംബന്ധിച്ചോളം after liberation ആണ് the actual devotional service തുടങ്ങുന്നത് തന്നെ. അപ്പൊ അവിടെ ലയിക്കലില്ല, അവിടെ ലിബറേഷന് ശേഷം the actual practice, ലിബറേഷൻ, അതുവരെ ലിബറേഷൻ സംഭവിക്കുന്നവരെ നമ്മൾ ത്രിഗുണങ്ങളുടെ അടുത്താണ്, ഉള്ളിലാണ്. ലിബറേഷന് ശേഷമാണ് നമ്മൾ ത്രിഗുണങ്ങളിൽ അതീതമായിട്ട് ഉള്ള ആ തലത്തിലേക്ക് പോകുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ശരിക്കുള്ള ഡിവോഷണൽ, പ്യുവർ ഡിവോഷണൽ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ മിക്സ്ഡ് ആണ്. ഈ ഭൗതിക ലോകത്തിൽ 3 ഗുണങ്ങളുള്ള സമയത്ത് നമ്മൾ മിക്സ്ഡ് ആണ്, പ്യുവർ അല്ല, കണ്ടാമിനേറ്റഡ് ആണ്. പ്യുവർ ഡിവോഷണൽ സർവീസ് ആഫ്റ്റർ transcending the 3 modes of material nature. So in the Vedic system of knowledge, students from the very beginning are taught to vibrate Om and learn of the ultimate impersonal Brahman by living with the spiritual master in complete celibacy. ഇത് നമ്മളുടെ വേദിക് സിസ്റ്റം അനുസരിച്ചിട്ട് the first 25 years we have to practice celibacy. അപ്പോഴാണ് ഈ വേദിക് സ്റ്റഡീസ് ഒക്കെ ഇമ്പാർട്ട് ചെയ്യുന്നത് ആര്? സ്പിരിച്വൽ മാസ്റ്റേഴ്സ്. അപ്പോൾ കംപ്ലീറ്റ് സെലിബസി ആയിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള ആ 25 years ഇഫ് നീഡഡ്, ഓക്കെ, ആ ഡിവോട്ടിക്ക് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോകണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഇൻ ദിസ് വേ ദേ റിയലൈസ് 2 of Brahman's features. ഏതൊക്കെയാണ്? ദിസ് പ്രാക്ടീസ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ ദ സ്റ്റുഡൻസ് അഡ്വാൻസ്മെന്റ് ഇൻ സ്പിരിച്വൽ ലൈഫ്. ബട്ട് അറ്റ് ദ മോമെന്റ് സച്ച് ബ്രഹ്മചാരി അൺമാരീഡ് സെലിബ്രേറ്റ് ലൈഫ് ഈസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ. Brahmachari, life is not all possible. This practice is very essential for the student's advancement in spiritual life. But at the moment, ഇന്നത്തെ കാലത്ത് ബ്രഹ്മചാരി ലൈഫ് ഈസ് നോട്ട്. കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് അത് പോസിബിൾ അല്ലാന്ന് പറയാൻ കാരണം? Because we are living in a world where there are a lot of distractions. കലികാലം. അന്നത്തെ കാലത്ത് എന്താണ്? നമ്മളെല്ലാം വളരെ ബേസിക് ലൈഫാണ്, വളരെ ബേസിക് ആയിട്ടുള്ള, യാതൊരു ലക്ഷറിയസ് ലൈഫും ഇല്ല, ഒരു മോഡേൺ ആയിട്ടുള്ള യാതൊരു ലൈഫും ഇല്ല. യു ഹാവ് എ ഹട്ട്, യു ഹാവ് ഫ്യൂ കൗസ്, പാഡി ഫീൽഡ്സ്, ആൻഡ് യുവർ ബിസിനസ് ഇസ് some few kilometers. You don't have to go by flight or some 1,000 kilometers away. അങ്ങനെ പോകുന്നില്ലെങ്കിൽ അവർ നടന്നു പോകും പിൽഗ്രിമേജിന്, അല്ലാതെ അവരെവിടെയും പോകില്ല. സൈറ്റ് സീയിങ്ങിനോ അല്ലെങ്കിൽ മെറ്റീരിയൽ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ അവരെവിടെയും പോവില്ല. അപ്പോൾ അവർക്ക് അങ്ങനെ എങ്ങോട്ടേയും പോകണമെന്നുണ്ടെങ്കിൽ ധാമിൽ പോവും, അയോധ്യയിൽ പോവും, കാശിയിൽ പോവും, ഓക്കെ, വൃന്ദാവനിൽ പോവും, അത്രേ ഉള്ളൂ. അത് പിന്നെ ചില സമയത്തൊക്കെ അവർ വയസ്സായി കഴിഞ്ഞാൽ അവർ കാശിയിൽ പോയാൽ പിന്നെ അവരെല്ലാവരും പെർമിഷൻ മേടിച്ചിട്ടാണ് പോവുക, തിരിച്ചു വരേണ്ട യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ അവരുടെ ജീവിത രീതി, ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ്, ആഗ്രഹങ്ങളും ലിമിറ്റഡ് ആണ്. വെരി ഓസ്റ്റിയർ ലൈഫ്,
വെരി പയസ് ലൈഫ്. അപ്പൊ ഇന്നത്തെ കാലത്ത് ബിക്കോസ് ഓഫ് ദ പ്രസന്റ് സിറ്റുവേഷൻ, കലിയുഗത്തിന്റെ പ്രഭാവം കാരണം സെലിബസി ഈസ് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ. At the moment, brahmachari life is not at all possible. It is impossible. The lifestyle in the present day, especially ഭാരതത്തില് എല്ലാവരും പിന്നെയും മറ്റുള്ള കൺട്രീസില്, യൂറോപ്യൻ, അമേരിക്കൻ, അതർ കൺട്രീസ്, they are becoming spiritual. We are imitating the Western countries. അതാണ് നമ്മളുടെ pathetic condition. So the social construction of the world has changed so much that there is no possibility of one's practicing celibacy from the beginning of student life. So much, ഒരുപാട് വ്യത്യാസങ്ങൾ, ഒരുപാട് ചേഞ്ചസ് ഇന്നത്തെ കാലത്തുണ്ട്. അതുകൊണ്ട് സെലിബസി അല്ലെങ്കിൽ സ്റ്റുഡന്റ് ലൈഫ് ഇന്നത്തെ അറ്റ്ലീസ്റ്റ് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സിനോടൊക്കെ റെസ്പെക്ട് ഉണ്ടായിരുന്നു, പേടി ഉണ്ടായിരുന്നു ടീച്ചേഴ്സിന്, അല്ലേ? ഇന്ന് ടീച്ചേഴ്സ് കുട്ടികളെ പേടിക്കുന്നു, പേടിച്ചിട്ടാണ് ക്ലാസ്സിൽ പോകുന്നത്. അത്രയും ഇതാണ് മാറിയിരിക്കേണ്ടത്. സിറ്റുവേഷൻ വളരെ മോശമാണ്. എന്തെങ്കിലും അവർക്ക് ഇഷ്ടമില്ലാതെ പറഞ്ഞാൽ അപ്പൊ അവിടെ ഘെറാവ് ചെയ്യും. അർച്ചന മാതാജിക്ക് പ്രശ്നമില്ല, കാണിച്ചാൽ അവിടെ അബുദാബിയിൽ ആ പ്രശ്നം വരുന്നില്ല. അല്ല പ്രഭുജി, ഇവിടെ അങ്ങനെ തന്നെയാണ്. ഭയങ്കര ഇതാണ്. അതെ, ഭയങ്കര ഇതാ. കാരണം ഒരു കുട്ടി ഒരു ടീച്ചറിനോട് ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ പറയാണ്, കാരണം അവനെ അടിച്ചിട്ട് ആ ടീച്ചറിനെ പറഞ്ഞു വിട്ടായിരുന്നു നമ്മളുടെ സ്കൂളിൽ നിന്ന്. അങ്ങനെ ആ ഒരു കംപ്ലൈന്റ് വന്ന ആ ദിവസം തന്നെ ആ ടീച്ചറെ സ്റ്റാഫ് റൂമിൽ പോലും പോകാൻ സമ്മതിച്ചില്ല, അതിനു മുമ്പേ പറഞ്ഞു വിട്ടു. അപ്പം അത് കുട്ടികളുടെ ഇടയ്ക്കും അറിയാം. അതുകൊണ്ട് അവൻ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോ ആ വന്ന ടീച്ചറിനോട് പറഞ്ഞ, ഞാൻ കാരണം ഇവിടുന്ന് ഒരു ടീച്ചർ പോയിട്ടുള്ളതാണെന്ന്. മീൻസ് ഒരു വാർണിംഗ് പോലെ. പക്ഷെ എങ്കിലും ബെറ്റർ ദാൻ അവർ പ്ലേസ്, തീർച്ചയായിട്ടും. അത്ര ആറ്റിറ്റ്യൂഡ് ഭയങ്കര ചേഞ്ച് ആണ്. പിന്നെ അത് പാരന്റ്സിന്റെ ഒരു സർട്ടൻ ലെവൽ പാരന്റ്സിന്റെ ഒരു കൂടി ഉണ്ട്, അവര് ആക്ച്വലി അവരാണ് നിയന്ത്രിക്കേണ്ട കുട്ടികളെ. പിന്നെ ഗവൺമെന്റ് നിയമം അവിടെ കുറച്ച് ശക്തമായതുകൊണ്ട് ഇത്ര പ്രശ്നം ഉണ്ടാവില്ല. ഡീപ്പോർട്ട് ചെയ്യും ഇവിടെ കുട്ടികളെ. എന്ത് ചെയ്താലും ടീച്ചേഴ്സിന് അങ്ങനെയാണ്, പഠിക്കാൻ പാടില്ല. നമ്മുടെ കാലത്ത് അങ്ങനെ ഒന്നായിരുന്നില്ല, നല്ല പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുട്ടികൾ പഠിക്കുകയും ചെയ്യും, നല്ല സ്വഭാവം. മിക്ക കുട്ടികളും നല്ല സ്വഭാവം ഉണ്ടായിരിക്കും. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഇവിടെ എസ്പെഷ്യലി നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കോളേജിലെ എന്താ പറയുക, അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ടീച്ചറായിട്ട് ജോലി മേടിക്കണം, എന്താ സംഭവിക്കുമെന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതാണ് പറയുന്നത്. Throughout the world, there are many institutions for different departments of knowledge. Okay, but there is no recognized institution where students can be educated in the brahmachari principles. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് നമ്മുടെ ലോകത്ത്. പക്ഷേ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റ് ലൈഫ്, അതിന്റെ പ്രിൻസിപ്പിൾസ്, അതിന്റെ ആദർശങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ന് കാണില്ല. ശരിയാണ് പറയുന്നത്. അൺലെസ് വൺ പ്രാക്ടീസസ് സെലിബസി, അഡ്വാൻസ്മെന്റ് ഇൻ സ്പിരിച്വൽ ലൈഫ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അപ്പൊ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഓസ്റ്ററിറ്റി എടുത്തില്ലെങ്കിൽ നമ്മുടെ ആധ്യാത്മിക ജീവിതം വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരു റെഗുലേറ്റഡ് ലൈഫിന് മാത്രമേ നമുക്ക് ഒരു നല്ല സിറ്റിസനെ വളർത്തിയെടുക്കാൻ പറ്റൂ, നല്ലൊരു സിവിലൈസ്ഡ് സിറ്റിസനെ. നമ്മളൊരു സിവിലൈസ്ഡ് കൾച്ചേർഡ് ആളാണ്, ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഗുലേഷൻ മസ്റ്റാണ്. ആ റെഗുലേഷൻ കൂടി മാത്രമേ നമുക്ക് നല്ല നല്ല ക്യാരക്ടർ കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റൂ. So therefore, Lord Chaitanya has announced, according to the scriptural injunctions for this age of Kali, that in this age, no process of realizing the Supreme is possible except the chanting of the holy names of Lord Krishna, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു പറയുന്നു, കലിയുഗത്തില് വേറെ ഒരു പ്രോസസ്സും സാധ്യമല്ല, നാമസങ്കീർത്തനം, ഹരിനാമത്തിന് മാത്രമാണ് നമ്മളെ എന്തെങ്കിലും ഒരു ലെവലിൽ നിന്ന് മറ്റേ ലെവലിലേക്ക് ഉയർത്തി കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആ പ്രോസസ്സ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, മറ്റേ പ്രോസസ്സൊന്നും വർക്ക് ചെയ്യില്ല. കാരണം ആ നാമജപത്തിലൂടെ നമ്മുടെ പ്യൂരിഫിക്കേഷൻ നടക്കും. കാരണം നമ്മളുടെ അനർത്ഥങ്ങൾ കാരണമാണല്ലോ നമ്മൾ ഈ
വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാമ, ക്രോധ, ലോഭ, മോഹം, അത് മാത്സര്യം. അപ്പൊ ഇതിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു റിലീഫ് കിട്ടണം. റിലീഫ് കിട്ടണമെങ്കിൽ പ്യൂരിഫൈ ആവണം. ആ പ്യൂരിഫിക്കേഷൻ നമ്മളുടെ നാമജപത്തിലൂടെ മാത്രമേ നടക്കുള്ളൂ. അപ്പൊ നമ്മള് വളരെ കർശനമായിട്ട് ഡെയിലി മിനിമം ഇത്ര റൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ സിൻസിയറിറ്റി ഭഗവാൻ അത് അക്നോളജ് ചെയ്യും. ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളുടെ വേണ്ടാത്ത എല്ലാ ശീലങ്ങളും, ദുശീലങ്ങളും അത് പതുക്കെ സ്ലോലി ആൻഡ് ഗ്രാജുവലി വാനിഷസ്. അപ്പൊ അതുകൊണ്ടാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം മാത്രമേ വഴിയുള്ളൂ എന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. ഒരുപാട് പ്രോസസ്സസ് ഉണ്ടെങ്കിലും കൂടി കലികാലത്തില് നാമജപം മാത്രമുള്ളൂ. യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് ഭഗവാനും പറയുന്നുണ്ട്. യജ്ഞങ്ങളില് ജപയജ്ഞമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് മഹത്വമായിട്ടുള്ളത്. ആ ജപയജ്ഞത്തിലൂടെ നമ്മളുടെ ആ ഒരു ശുദ്ധീകരണം നടക്കും. അങ്ങനെ നമ്മള് ഒരു സിവിലൈസ്ഡ് ഡിവോട്ടി ആയിട്ട്, ഒരു നല്ല ഡിവോട്ടി ആയിട്ട്, സിവിലൈസ്ഡ് പേഴ്സൺ ആയിട്ട് അത് മാറി. പ്രഭു അതൊരു ഡിവോട്ടി. വാട്ട് ഈസ് എ സിംറ്റം ഓഫ് എ ഡിവോട്ടി? അപ്പൊ പ്രഭു he will be a ഫസ്റ്റ് ക്ലാസ് ജെന്റിൽമാൻ. ഫസ്റ്റ് ക്ലാസ് ജെന്റിൽമാൻ എന്ന് പറഞ്ഞാൽ ഈസ് എ ആര്യൻ, സിവിലൈസ്ഡ് പേഴ്സൺ. സിവിലൈസ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ സൂട്ടും കോട്ടും ബൂട്ടിട്ട് നടക്കുന്ന ആളല്ല സിവിലൈസ്ഡ് പേഴ്സൺ. എക്സ്റ്റേണലി ആയിരിക്കാം, പക്ഷേ സിവിലൈസ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ വിത്ത് ഗുഡ് ക്യാരക്ടർ, നോ സിൻഫുൾ ആക്ടിവിറ്റീസ്. മറ്റുള്ള എല്ലാ ജീവജാലങ്ങളെയും നമ്മൾ അവനവനെ പോലെ തന്നെ കാണണം. എല്ലാവർക്കും പെയിനും പ്ലഷറും ഉണ്ട്. അനാവശ്യമായിട്ട് ആരും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. നമ്മളുടെ സ്പിരിച്വൽ അഡ്വാൻസ്മെന്റ് നടക്കണം. പൊതുവെ എല്ലാവരും റെസ്പെക്ട് ചെയ്യണം. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഒരു ആര്യൻ, ഒരു സിവിലൈസ്ഡ് ആണ്. അത് നമ്മൾ ഫോർ റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യന്റെ ആ കാറ്റഗറിയിൽ തന്നെ വരുന്നില്ല. സിവിലൈസേഷൻ പിന്നെ വരുന്നുള്ളൂ. മനുഷ്യനായിട്ട് അറിയപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 4 റെഗുലേഷൻസ് മിനിമം ഫോളോ ചെയ്യണം. എപ്പോഴേ നമ്മൾ മനുഷ്യനാവുന്നുള്ളൂ. ബാക്കി അതിനുശേഷമാണ് ബാക്കിയുള്ള സിവിലൈസേഷനും കാര്യം ഡിവോട്ടി ആകുന്നു. സിവിലൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഡിവോട്ടി ആവാൻ പിന്നെയും സമയമുണ്ട്. ആദ്യം മനുഷ്യനാവാൻ ശ്രമിക്കുക, എന്നിട്ടാണ് സിവിലൈസ്ഡ് പേഴ്സൺ ആവുന്നത്. അതിനുശേഷം ഭക്തനാവണം. ഇറ്റ് ടേക്സ് ലോങ് ടൈം. നമ്മൾ മനുഷ്യജന്മം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മനുഷ്യജന്മം മനുഷ്യനായിട്ട് ജീവിച്ചാൽ സിവിലൈസ്ഡ് പേഴ്സണായി. പിന്നെ നമ്മുടെ ഭഗവാനിലെ വിശ്വാസം, ഭഗവാനിലെ ഒരു അൺഫ്ലിഞ്ചിങ് ഫെയ്ത്ത് ഉണ്ടാവണം. പിന്നെ ഡിവോഷണൽ സർവീസ് ചെയ്യണം. അങ്ങനെ ഒരു ശുദ്ധ ഭക്തനായി തീർന്നാൽ മാത്രമേ നമുക്ക് ഭഗവത് പ്രാപ്തി കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഭഗവത് പ്രാപ്തി കിട്ടില്ല. വീണ്ടും പുനരഭി ജനനം, പുനരഭി മരണം. ഈ ചക്രത്തിലൂടെ എത്ര കാലം പോകണം നമുക്കതിനെ പറയാൻ പറ്റില്ല. ഇപ്പൊ ചൈതന്യ മഹാപ്രഭു തന്നിരിക്കുന്ന ഒറ്റമൂലിയാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. അതുകൊണ്ട് അത് സിൻസിയറായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ബാക്കിയെല്ലാം താനെ വന്നു ചേരും എന്നാണ് പറയുന്നത്. ടെക്സ്റ്റ് 12. സർവദ്വാരാണി സംയമ്യ മനോഹൃദി നിരുദ്ധ്യ ച മൂർധനി ആധായാത്മന പ്രാണം ആസ്ഥിതോ യോഗധാരണം. സർവദ്വാരാണി സംയമ്യ മനോഹൃദി നിരുദ്ധ്യ ച മൂർധനി ആധായാത്മന പ്രാണം ആസ്ഥിതോ യോഗധാരണം. അർച്ചന മാതാജി. ഹരേ കൃഷ്ണ. സർവധർവാണി സംയമ്യ മനോഹൃതി നിരുദ്ധ്യ ച മൂർത്തി ആധ്യാത്മനാംന പ്രാണാം അഷ്ടിതോ യോഗധാരണം. Kasimi Mataji, translation please. Translation: the yogic situation is that of detachment from all sensual engagements, closing all the doors of the senses and fixing the mind on the heart and the life air at the top of the head. One establishes himself in yoga. ഇവിടെ യോഗ പ്രാക്ടീസിനെ പറ്റിയാണ് പറഞ്ഞു കൊടുക്കുന്നത് അർജുനന്. യോഗി സിറ്റുവേഷൻ ഇസ് ദാറ്റ് ഓഫ് ദ ഡിറ്റാച്ച്മെന്റ് ഫ്രം ഓൾ സെൻസുവൽ എൻഗേജ്മെന്റ്. ഓക്കെ, എന്താണ് ഏത് അഷ്ടാംഗ യോഗത്തിലെ ഏത്
ലിംബാണ് ഇവിടെ പറയുന്നത്. ഡിറ്റാച്ച്മെന്റ് ഫ്രോം ഓൾ സെൻസ്വൽ എൻഗേജ്മെന്റ്, പ്രത്യാഹാര, വിഡ്രോയിങ്. ഓക്കെ, യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര. അപ്പൊ യോഗ ചെയ്യുമ്പോൾ പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം സെൻസസ് നിന്നും നമ്മൾ വിഡ്രോ ചെയ്യണം. സെൻസ് ഒബ്ജക്ട്സ് വിഡ്രോ ചെയ്യണം ആണ് ഡിറ്റാച്ച്മെന്റ് ഫ്രം ഓൾ സെൻസ്വൽ എൻഗേജ്മെന്റ്. അപ്പോഴേ അത് നടക്കുന്നു. ക്ലോസിങ് ഓൾ ദ ഡോർസ് ഓഫ് സെൻസസ്. ഓക്കെ, ക്ലോസിങ് ഓൾ ദ ഡോർസ് ഓഫ് സെൻസസ് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫ്രം ഓൾ എക്സ്റ്റേണൽ സെൻസ് ഒബ്ജക്ട്സ്. അപ്പൊ അതിന് എൻട്രി പാടില്ല. മെറ്റീരിയൽ സെൻസ് ഒബ്ജക്ട്സിന് എൻട്രി ബാൻഡ്. ഭൗതിക തലത്തിലുള്ള എൻജോയ്മെന്റിന് എൻട്രി ബാൻഡ്. അതാണ് ക്ലോസിങ് ഓൾ ദ ഡോർസ് ഓഫ് ദ സെൻസസ്. അങ്ങനെ എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കോൺസെൻട്രേഷൻ, ഫോക്കസ് കിട്ടുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഭഗവാന്റെ ധ്യാനിക്കുകയാണ്, അവിടെ നല്ല പാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, സിനിമാ പാട്ട്. ധ്യാനിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഒരു സെക്യൂർഡ് പ്ലേസിൽ, ഒരു ഐസൊലേറ്റഡ് പ്ലേസിൽ, അവിടെ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത സ്ഥലത്ത് പോകണം. അത് പണ്ടത്തെ കാലത്ത് കാട്ടിൽ പോകണം എന്നർത്ഥം. അവിടെയാണ് ശാന്തി സമാധാനം ഉണ്ടാവുന്നത്. അപ്പൊ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാവില്ലേ? അപ്പൊ അവർക്ക് പേടിയില്ല. അതിനാണ് നമ്മള് ഒരു സ്ഥലത്ത് ആസനൊക്കെ വെച്ച് അതിന്റെ ഡിയർസിക്കനൊക്കെ വെച്ച് അവരൊന്നും അതിന് ഭഗവാൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള നല്ല ഉറപ്പുണ്ട് അവർക്ക്. ഈ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക്. നമുക്ക് പേടിയാണ് ഇന്ന് പോവാൻ, കാട്ടിക്കൂടെ ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ് അല്ലേ? ഇഴജന്തുക്കളും കാര്യങ്ങളൊക്കെ വരും, വൈൽഡ് അനിമൽസ് വരും. പക്ഷെ അന്നത്തെ കാലത്ത് ഭഗവാനാണ് കംപ്ലീറ്റ്. നമ്മൾ ഭഗവാനെ ആശ്രയിക്കുകയാണ്. ഭഗവാൻ വിചാരിച്ചാൽ ആരെ കൊല്ലാൻ പറ്റില്ല, ഭഗവാൻ വിചാരിച്ചാൽ ആരെ രക്ഷിക്കാൻ പറ്റില്ല. എല്ലാവരും. അപ്പൊ ഭഗവാനിൽ കംപ്ലീറ്റ് പ്രൊഡക്റ്റ്. എന്താണ് പറയുന്നത്? ദ 6 characteristics ഓഫ് ഡിവോട്ട് സർവീസ്. അവശ്യ രക്ഷപേ കൃഷ്ണ അല്ലെ? ഭഗവാൻ, അതായത് കൃഷ്ണൻ നമ്മളെ തീർച്ചയായിട്ടും രക്ഷിക്കും എന്നുള്ള അത് നമുക്കുണ്ടായിരിക്കും. ഇന്നത്തെ കാലത്ത് പേടിയാണ്. ഭഗവാനിലെ 100% കൺവിക്ഷൻ ഇല്ല, വിശ്വാസമില്ല. അതുകൊണ്ട് നമുക്ക് ഈവൻ കാട്ടിൽ പോയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നെ സിറ്റിയിലോ അങ്ങനത്തെ സ്ഥലത്ത് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാനും പറ്റില്ല. കാരണം ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. ക്ലോസിങ് ഓൾ ദ ഡോർസ് ഓഫ് ദ സെൻസസ് ആൻഡ് ഫിക്സിംഗ് ദ മൈൻഡ് ഓൺ ദ ഹാർട്ട് ആൻഡ് ദ ലൈഫ് ഫെയർ അറ്റ് ദ ടോപ്പ് ഓഫ് ദ. നമ്മുടെ മനസ്സ് നമ്മുടെ ഹൃദയത്തിൽ. ഓക്കെ, ആൻഡ് ലൈഫ് ഫെയർ ഇവിടേക്ക് കൊണ്ടുപോകണം, ടോപ്പ് ഓഫ് ദ ഹെഡ്. വൺ എസ്റ്റാബ്ലിഷസ് ഹിംസെൽഫ് ഇൻ യോഗ. അപ്പോഴാണ് യോഗയിൽ നമ്മൾ സ്ഥിതി ചെയ്യുന്നുള്ളൂ. To practice yoga as suggested here, one first has to close the doors of all sense enjoyment. This practice is called pratyahara, or withdrawing the senses from the sense objects. The sense organs for acquiring knowledge, the eyes, ears, nose, tongue, and touch, should be fully controlled and should not be allowed to engage in self-gratification. അപ്പോൾ ആദ്യം തന്നെ യമനിയമങ്ങൾ ചെയ്യണം, യമനിയമങ്ങൾ പാലിക്കണം. ഓക്കെ, യമം എന്ന് പറഞ്ഞാൽ എന്താണ്? റൂൾസ്. നിയമം എന്ന് പറഞ്ഞാൽ റെഗുലേഷൻസ് അല്ലേ? അപ്പോൾ എന്തെല്ലാം ചെയ്യണം, പിന്നെ എന്തെല്ലാം ചെയ്യാൻ പാടില്ല, ഇത് രണ്ടും നമ്മൾ ഫോളോ ചെയ്താലേ ബാക്കി നെക്സ്റ്റ് സ്റ്റെപ്പിൽ പോകുള്ളൂ. യമ, നിയമ, ആസന, പിന്നെ സിറ്റിംഗ് പോസ്റ്റേഴ്സ്, പിന്നെ പ്രാണായാമ, ബ്രീതിങ് ടെക്നിക്. അതിനുശേഷമാണ് അപ്പൊ നമ്മുടെ ബ്രെത്തും കൂടി കൺട്രോൾ ചെയ്യണം ത്രൂ ദ ബ്രീതിങ് ടെക്നിക്, പ്രാണായാമം കൊണ്ട്. ആദ്യം യമനിയമങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻസ് ആൻഡ് പ്രൊഹിബിഷൻസ്, ഡൂസ് ആൻഡ് ഡോൺസ്. ഇത് പ്രാക്ടീസ് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ആശ്രയിക്കാൻ പാടും. പക്ഷെ നമ്മൾ യമനിയമങ്ങൾ തന്നെ ഫെയിലായി, മുന്നോട്ട് പോവില്ല. യമനിയമം ശരിക്കും ഫോളോ ചെയ്താലേ ബാക്കി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുള്ളൂ, നെക്സ്റ്റ് ലാഡറിലേക്ക് പോകുള്ളൂ. അപ്പൊ അവിടെ തന്നെ ഫെയിലായി. അപ്പൊ അത് നമുക്ക് പറഞ്ഞതല്ല, പക്ഷെ എങ്കിലും
ഭഗവാൻ അത് അർജുനന് പറഞ്ഞു കൊടുക്കുന്നു, ഇതാണ് പ്രോസസ്സ് എന്നുള്ളത്. അപ്പൊ യമനിയമം, പിന്നെ എന്താണ് ആസനം, സിറ്റിംഗ് പോസ്ചർ. അപ്പൊ ആ ആസനത്തിൽ പല തരത്തിലുള്ള ആസനങ്ങളുണ്ട് യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക്. അത് കഴിഞ്ഞ് പ്രാണായാമം. പ്രാണായാമത്തിന് ശേഷം വരുന്നതാണ് ഇവിടെ പ്രത്യാഹാര, വിഡ്രോയിങ് ദ സെൻസസ് ഫ്രം ദ സെൻസ് ഒബ്ജക്ട്സ്. പിന്നെ ധാരണ, പ്രിലിമിനറി സ്റ്റേജ് ഓഫ് ധ്യാന, ധാരണ. പിന്നെ ധ്യാന, മെഡിറ്റേഷൻ. ആ ധ്യാനത്തില് നമ്മൾ പൂർണ്ണത വരുമ്പോ സമാധി. സമാധി പറഞ്ഞാൽ വൺ വിത്ത് ദ ലോർഡ്, അലൈനിങ് അവർ ഡിസയർ വിത്ത് ദ ലോർഡ്സ് ഡിസയർ. അതിന് മീതെയാണ് പ്രേമ. പ്രേമ ഒരുപാട് ഗ്രേഡേഷൻസ് ഉണ്ട്. സ്നേഹ, മാന, ഭാവ, മഹാഭാവ, അങ്ങനെ ഹൈ ഗ്രേഡഡ് അനുഭവം. അപ്പൊ ഇത് അഷ്ടാംഗ യോഗികള് സമാധിയിൽ എത്തിക്കഴിഞ്ഞാൽ ദേ ആർ വൺ വിത്ത് ദ ലോർഡ്. അവരുടെ ആ ഒരു ഗോൾ അറ്റൈൻ ചെയ്തു. പക്ഷെ ഡിവോട്ടിയെ സംബന്ധിച്ചോളം അത് ഗോളല്ല, ഓക്കെ, അത് ബിഗിനിങ് ഉള്ളൂ. ഡിവോട്ടി ദെൻ ഗോസ് ടു ഫർദർ സ്റ്റെപ്പ്, ഫർദർ. അവിടെ പ്രേമത്തിനും ഡിഫറെന്റ് ഗ്രേഡേഷൻ പറഞ്ഞില്ലേ. സ്നേഹമുണ്ട്, പിന്നെ മാന, പിന്നെ വാട്ട് യു കോൾ ഭാവ, മഹാഭാവ, അങ്ങനെ പല ഗ്രേഡേഷൻസ് ഉണ്ട്. അപ്പൊ അതില് ഏറ്റവും ടോപ്പിലാണ് നമ്മളുടെ ആര്, രാധാറാണി, ഭക്തി ടോപ്പില്. അത് ഡിവോട്ടിയെ സംബന്ധിച്ചോളം. മറ്റ് യോഗ പ്രാക്ടീസ്, അഷ്ടാംഗ യോഗികൾക്ക് സമാധിയിലെത്തിയാൽ ദാറ്റ് ഇസ് അൾട്ടിമേറ്റ് ഫോർ ദം. അപ്പൊ ഇതാണ് ദ ലൈഫ് റേസ് ടു ദ ഇൻ ദ 6th chapter ദിസ് പ്രോസസ് ഇസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ഡീറ്റെയിൽ. അപ്പൊ 6ാമത്തെ ചാപ്റ്റർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെപ്പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബട്ട് ആസ് മെൻഷൻ ബിഫോർ, ദിസ് പ്രാക്ടീസ് ഇസ് നോട്ട് പ്രാക്ടിക്കൽ ഇൻ ദിസ് ഏജ്. ആ ചാപ്റ്ററിൽ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ, ഈ പ്രാക്ടീസ് കറണ്ട് ഏജിലെ, കലിയുഗത്തില് പ്രാക്ടിക്കൽ അല്ല എന്നാണ് പറയുന്നത്. ദ ബെസ്റ്റ് പ്രോസസ് ഇൻ ഈസ് കൃഷ്ണ കോൺഷ്യസ്നസ്, കൃഷ്ണാവബോധം. If one is always able to fix his mind in Krishna in devotional service, it is very easy for him to remain in an undisturbed transcendental trance or in samadhi. അപ്പൊ നമ്മള് ഭഗവാന്റെ ഏത് കാര്യം ചെയ്യുമ്പോഴും ഭഗവാനെ സ്മരിക്കുകയാണെങ്കിൽ, ഭഗവാൻ പറഞ്ഞ പോലെ മാം അനുസ്മരൻ യുദ്ധജ, ഓക്കെ, എന്നെ സ്മരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാന്നുള്ള പറഞ്ഞത് അർജുനന്റെ ഒരു ഡ്യൂട്ടിയാണ്. അപ്പോൾ എങ്ങനെ ചെയ്യണം? വെറുതെ ആ ഡ്യൂട്ടി ചെയ്താൽ പോരാ, അത് ഭഗവാനെ സ്മരിച്ച് വേണം. അപ്പോ നമ്മൾ കൃഷ്ണാവബോധത്തിലായി. അങ്ങനെയുള്ള നമ്മൾ ഏതൊരു ആക്ടിവിറ്റിയിലും, ഏതൊരു കർമ്മത്തിലും, ഏതൊരു ക്രിയയിലും നമ്മൾ ഭഗവാനെ സ്മരിച്ച് ചെയ്യുകയാണെങ്കിൽ അത് കൃഷ്ണാവബോധമായി. അങ്ങനെ നമ്മുടെ പതുക്കെ ആ ഒരു സമാധി സ്റ്റേജ് പറഞ്ഞാൽ ടോട്ടലി അബ്സോർബ്ഡ് ഇൻ കൃഷ്ണ. നമ്മളുടെ ഡിസയറും ഭഗവാന്റെ ഡിസയറും അലൈൻമെന്റ് ആവും. ഓക്കെ, ടോട്ടലി അലൈൻഡ്. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു അജണ്ട ഉണ്ടാവില്ല. നമ്മളുടെ അജണ്ടയും ഭഗവാന്റെ അജണ്ടയും ഒന്നാവുമ്പോഴാണ് കൃഷ്ണാവബോധം ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നമ്മൾ എത്തുന്നത്. അടുത്തത് 13, അടുത്ത ക്ലാസ്സിൽ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, जय हो प्रेम।